ഹായ് ഹലോ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസ് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ആണ്, പുതിയ പാഠപുസ്തകമാണ്. അതിലെ ആദ്യ ചാപ്റ്റർ 8th ചാപ്റ്റർ ആണ് ടുവാർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ ടുവാർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പാഠത്തിൻ്റെ മുഴുവനായിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ തന്നെ അതിൽ വരുന്ന ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ആൻസേഴ്സും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ടുവാർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആദ്യം തന്നെ നമുക്ക് 8th ചാപ്റ്റർ ആണ്. ആദ്യം തന്നെ നിങ്ങൾക്കൊരു സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ സ്റ്റഡി ടൂർ പോവുകയാണ്. നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്നുള്ളത്. ആസ് പാർട്ട് ഓഫ് ദ സ്റ്റഡി ടൂർ ഇൻ സെർച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്, ചിൽഡ്രൻ ഓഫ് കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് UP സ്കൂൾ വിസിറ്റഡ് പ്ലേസസ് ലൈക്ക് കണ്ടനാശ്ശേരി, മുനിയാട്ടുകുന്ന് ആൻഡ് കുടക്കല്ലു പറമ്പ് ആൻഡ് ദ ശക്തൻ തമ്പുരാൻ മ്യൂസിയം in Thrissur district. Let's get familiarized with a part of Richu's travelogue that contains information gathered during the study tour. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മളുടെ ഹിസ്റ്റോറിക്കൽ റിമൈൻസ്, ചരിത്ര അവശേഷിപ്പുകൾ തേടിയിട്ടാണ് ഈ കുട്ടികളുടെ യാത്ര വരുന്നത്. അതായത് നമ്മുടെ പണ്ട് കാലത്ത് യൂസ് ചെയ്ത സംഭവങ്ങളെല്ലാം കണ്ടു കിട്ടി, അതെല്ലാം സൂക്ഷിച്ചു. ഈ തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയം എന്ന് പറഞ്ഞാൽ അവിടെയും ഇതുപോലെ തന്നെ കുറേ ചരിത്രപരമായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് കണ്ടു കിട്ടിയിട്ടുള്ള കോയിൻസ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഈ കുടക്കല്ലു പറമ്പ്, മുനിയാട്ടുകുന്ന് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം പല സാധനങ്ങളും കണ്ടു കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ റിച്ചു ആ യാത്ര പോയി വന്നതിന് ശേഷമുള്ള ഒരു ട്രാവലോഗ് അവരവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. എ ജേർണി ഇൻ സെർച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്, റിച്ചു എസ്, ക്ലാസ് 6B, ഗവൺമെൻറ് UP സ്കൂൾ, കാറ്റാടിക്കുന്ന്. From the plain area, we started climbing up the hill. It was an amazing journey through small bushes, steep slopes and rocky cracks. And this trip really surprised us. We saw Kudakallu, Ambarla stone, Toppikallu, Cap stone and Muniyara dolmen, made of stone in different places. The ones shaped like umbrellas were Kudakallu, and the cap shaped were Toppikallu, and the cave like ones were Muniyaras. And these were built by humans who lived centuries ago. Our teacher told us about these historical relics in detail. To learn more about these, we went to the Shaktan Tamburan Museum in Thrissur town. The museum had a collection of stone monuments similar to the ones that we have seen in different places, and its models along with descriptions were also displayed. We were really amazed to see the iron weapons, tools, sports ornaments and coins collected from these stone monuments. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ ഈ യാത്രയിൽ ഇവർ സർപ്രൈസ് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു കുടക്കല്ല് കണ്ടു, അംബർല സ്റ്റോൺ, തൊപ്പിക്കല്ല് കണ്ടു, ക്യാപ് സ്റ്റോൺ, മുനിയറ, ഡോൾമാൻ. ഇതെല്ലാം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഇവർ കണ്ടത്. അതുപോലെ തന്നെ ആ ഒരു അംബർല, കൊടയുടെ ഷേപ്പിലുള്ളതിന് കൊടക്കല്ലും, ഒരു ക്യാപ്പ് വെച്ചത്, തൊപ്പി വെച്ചതുപോലെയുള്ളത് തൊപ്പിക്കല്ലും, പിന്നെ ഒരു കേവ്, ഗുഹ പോലെയുള്ളത് മുനിയറയുമാണ് കേട്ടോ. ഇതെല്ലാം മനുഷ്യർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. പിന്നെ ഇതിൻ്റെ അവശേഷിപ്പുകൾ, ഇത് നമ്മൾ ഈ കുഴിച്ചെടുത്ത് ഇത് കണ്ടു കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശക്തൻ തമ്പുരാൻ മ്യൂസിയം, തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ടൗണിലുള്ള ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പണ്ട് കാലത്ത് നിന്ന് എടുത്ത കുറേ സാധനങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ മ്യൂസിയത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പോയി നോക്കുക. അത് നിങ്ങളുടെ ഈ ചാപ്റ്ററിന് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത്, വാട്ട് ആർ ദ ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ഡിസ്ക്രൈബ്ഡ് ഇൻ റിച്ചൂസ് ട്രാവലോഗ്. റിച്ചുവിൻ്റെ ഈ യാത്രാ വിവരണത്തിൽ പറയുന്ന സ്ഥലങ്ങൾ, ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ഏതൊക്കെയാണ്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറാസ്. ഓക്കെ, ഇനി നമുക്ക് കൂടുതലായിട്ട് നോക്കാം. മെഗാലിതിക് ഏജിലാണ് ഈ സംഭവങ്ങളൊക്കെ ബിൽറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാം. കുടക്കല്ല്, തൊപ്പിക്കല്ല് ആൻഡ് മുനിയറാസ് മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് ലാറ്ററൈറ്റ് ആർ നോൺ എസ് മെഗാലിതിക് മോണമെന്റ്സ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രാനൈറ്റും അതുപോലെ ലാറ്ററൈറ്റും കൊണ്ടാണ്. ഇതിനെ മെഗാലിതിക് മോണമെന്റുകൾ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് മെഗാലിതിക് മോണമെന്റ്സ് ചോദിച്ചാൽ ഇത് എഴുതുക. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ആൻഡ് സിൻസ് ദീസ് ആർ മെയ്ഡ് ഓഫ് ഹ്യൂജ് സ്റ്റോൺസ് ഓർ സ്റ്റോൺ സ്ലാബ്സ്, ദേ ആർ കോൾഡ് മെഗാലിതിക് മോണമെന്റ്സ്. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഹ്യൂജ് സ്റ്റോൺസ് കൊണ്ടും സ്റ്റോൺ സ്ലാബുകൾ കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മെഗാലിതിക് മോണമെന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ പീരീഡ് ഡ്യൂറിംഗ് വിച്ച് ദീസ് സ്റ്റോൺ മോണമെന്റ്സ് വർ ബിൽറ്റ് ഈസ് നോൺ എസ് മെഗാലിതിക് ഏജ്. ഏത് കാലഘട്ടത്തിലാണോ ഇതെല്ലാം ബിൽറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അതിനെ മെഗാലിതിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ളതാണ്.
ഇനി മെഗാലിതിക് ഏജിന്റെ തെളിവുകൾ, അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ എവിഡൻസുകൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ മറയൂർ, ചേരമങ്ങാട്, കുപ്പകൊല്ലി, മാങ്ങാട്. കേരളത്തിൽ 4 സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന മെഗാലിതിക് ഏജിന്റെ എവിഡൻസസ് ലഭിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ആടിച്ചനല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, പ്രദേശിലെ നാഗാർജുനകൊണ്ട. ഇവിടെ നിന്നൊക്കെ ഒരുപാട് അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം സൗത്ത് ഇന്ത്യയിലെ മെഗാലിതിക് സൈറ്റ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് സൗത്ത് ഇന്ത്യ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരാം. സൗത്ത് ഇന്ത്യ ഉൾപ്പെടുന്നത് കർണാടക, തമിഴ്നാടു, കേരള, ആന്ധ്രാപ്രദേശ്, ഈ 4 ആൻഡ് തെലങ്കാന. അപ്പോൾ ഈ 5 സ്റ്റേറ്റും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി ആയ പുതുച്ചേരിയും ലക്ഷദ്വീപും ഉൾപ്പെടുന്നതാണ് സൗത്ത് ഇന്ത്യ. യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശമാണ് കേട്ടോ. നെക്സ്റ്റ് ഈ കാണുന്നതാണ് മെഗാലിതിക് മോണമെന്റ്സ്. തൊപ്പിക്കല്ല്, മുനിയറ, കുടക്കല്ല്, കല്ലറ, നാട്ടുകല്ല്. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് വെച്ചാൽ പണ്ട് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഡെഡ് ബോഡി, ആ ശവങ്ങളെ അടക്കം ചെയ്യാനാണ് ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതാണ് ഈ നമ്മൾ പറയുന്നത്. മെഗാലിതിക് മോണമെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് ആൻഷ്യൻ ബറിയൽ പ്രാക്ടീസസ്. സച്ച് സ്റ്റോൺ മോണമെന്റ്സ് വർ കൺസ്ട്രക്റ്റഡ് ഫോർ ബറിയിങ് ദ റിമൈൻസ് ഓഫ് ദ ഡെഡ്. മരിച്ചവരെ അടക്കം ചെയ്യാനും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളും ചേർത്താണെന്ന് അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സിൻസ് ന്യൂമറസ് അയൺ ടൂൾസ് ഫൗണ്ട് ഫ്രം, ഈ മെഗാലിതിക് മോണമെന്റ്സ് ഒക്കെ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ഗവേഷകർ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ അടക്കം ചെയ്ത സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അയൺ ടൂൾസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് കാലത്ത് അയൺ ഉപയോഗിച്ചിട്ട് ഇരുമ്പിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നു. ഇരുമ്പ് അയൺ ഏജ് എന്നും കൂടി അതുകൊണ്ട് ഈ പീരീഡ് അറിയപ്പെടുന്നുണ്ട്. ഈ മരിച്ച ആൾക്കാരുടെ അവശിഷ്ടങ്ങൾ മാത്രമല്ല അവർ ഉപയോഗിച്ച ഓർണമെന്റ്സ്, വെപ്പൺസ്, ടൂൾസ്, വെസൽസ്, കോയിൻസ്, ഇതും മെഗാലിതിക് മോണമെന്റ്സിൻ്റെ കൂടെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ, കിട്ടിയിട്ടുണ്ട്. ഇനി മേജർ മെഗാലിതിക് സൈറ്റ്സ് ഏതൊക്കെയാണെന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ മേജർ മെഗാലിതിക് സൈറ്റ് മറയൂർ മാത്രമല്ല, നമ്മൾ ചേരമങ്ങാട് പറഞ്ഞിട്ടുണ്ട്, മാങ്ങാട്, അതുപോലെ തന്നെ കുപ്പകൊല്ലിയും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളിവിടെ എഴുതുക. നെക്സ്റ്റ് തമിഴ്നാട്ടിലുള്ള സ്ഥലമാണ് ആടിച്ചനല്ലൂർ, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട, കർണാടകയിലെ ബ്രഹ്മഗിരി. ഇനി മേജർ മെഗാലിതിക് മോണമെന്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ ചോദിച്ചാൽ കുടക്കല്ല്, തൊപ്പിക്കല്ല്, നാട്ടുകല്ല്, മുനിയറ. ആൻഡ് തിങ്സ് ബറീഡ് വിത്ത് റിമൈൻസ് ഓഫ് ദ ഡെഡ്. മരിച്ച ആൾക്കാരുടെ ശവശരീരത്തോടൊപ്പം തന്നെ അടക്കം ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാ? വെപ്പൺസ്, ടൂൾസ്, വെസൽസ്, ഓർണമെന്റ്സ് ആൻഡ് കോയിൻസ്. ഇത്രയുമാണ്. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് അയൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ, തെക്കേ ഇന്ത്യയിലെ ഇരുമ്പ് യുഗം അയൺ ഏജ് ആണ്. അന്ന് കണ്ടുകിട്ടിയിട്ടുള്ള അയൺ ടൂൾസ് ആണ്, അന്ന് ഉപയോഗിച്ചിരുന്ന അയൺ ടൂൾസ് ആണ് ഇന്ന് കണ്ടുകിട്ടിയതാണ് കേട്ടോ. ഈ കാലഘട്ടത്തിൽ ഗവേഷണമൊക്കെ നടത്തിയിട്ടാണ് ആൾക്കാർ ഇതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ആടിച്ചനല്ലൂരിൽ നിന്ന് കിട്ടിയതാണ് ഈ കാണുന്ന വെപ്പൺസ് എല്ലാം. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരുകളൊന്നും നമുക്ക് ആവശ്യമുണ്ട്. നൈഫ്, സ്വേർഡ്, സിക്കിൾ, സ്പിയർ ഹെഡ്, ട്രൈപോഡ്, ലാംസ്, ഇതെല്ലാം അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇരുമ്പിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നു. യൂസ് ഓഫ് അയേണിൻ്റെ ഉപയോഗമാണ് അന്നത്തെ അഗ്രികൾച്ചർ പ്രോഗ്രസ്സിന് കാരണം. മെഗാലിതിക് ഏജിൽ നല്ല രീതിയിൽ കൃഷിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, കൃഷി ഉണ്ടായിരുന്നു. അപ്പം അതിന് റീസൺ അയൺ ടൂളിൻ്റെ ഉപയോഗം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മെഗാലിതിക് പീരീഡിലാണ് മനുഷ്യൻ ഫുഡ് ഗ്യാദറിങ്ങിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലേക്ക് കടക്കുന്നത്. അതുവരെ മനുഷ്യർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് വേട്ടയാടലും കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വലിച്ചു കഴിക്കലൊക്കെ ആയിരുന്നു. അതുവരെ മനുഷ്യൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, കുക്ക് ചെയ്ത് കഴിക്കില്ല, അതുപോലെ തന്നെ കൃഷിയൊന്നുമില്ല, ഫുഡ് പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ എന്ത് ചെയ്തു? ഫുഡ് പ്രൊഡക്ഷൻ ആരംഭിച്ചു, കൃഷി ആരംഭിച്ചു, അതുപോലെ തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ ആരംഭിച്ചു. അങ്ങനെ കേട്ടോ. സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ സൗത്ത് ഇന്ത്യ ആണ് അടുത്തത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞു സൗത്ത് ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റുകൾ വരുമെന്നുള്ളത്. പക്ഷെ പണ്ട് ഈ സ്റ്റേറ്റ് ഒന്നുമില്ല. പണ്ട് സൗത്ത് ഇന്ത്യ ഭരിച്ച 3 രാജവംശങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്, ഈ റെഡിലുള്ളത് കേട്ടോ. ചേരാസ്, ചോളാസ്, പാണ്ഡ്യാസ്. ചേരന്മാരുടെ ക്യാപിറ്റൽ വാഞ്ചി, പാണ്ഡ്യാസിൻ്റെ മധുരൈ, ചോളാസിൻ്റെ ഉറയൂർ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇന്ത്യയുടെ ഏറ്റവും ഈ അടിയിൽ വരുന്ന ഭാഗമാണ് സൗത്ത് ഭാഗമാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ഇന്ന് ഈ സ്ഥലങ്ങൾ എന്നുള്ള ചോദ്യമുണ്ട്. നമുക്ക് നോക്കാം. കർണാടക, തമിഴ്നാടു, കേരള, ആന്ധ്രാപ്രദേശ്.
അപ്പോൾ ഇനി നമുക്ക് ആൻഷ്യൻ തമിഴകത്തിന്, ഇപ്പോൾ ആ കാണിച്ച മാപ്പ് ആൻഷ്യൻ തമിഴകത്തിൻ്റെയാണ്. മെയിൻ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ആൻഷ്യൻ തമിഴകം ആർ പഴന്തമിഴ് പാട്ടുകൾ. പഴന്തമിഴ് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ തമിഴ് സോങ്സ് ആണ്. ദെൻ കോയിൻസ്, ട്രാവലോഗ്സ്, ഇൻസ്ക്രിപ്ഷൻ ആൻഡ് സോ ഓൺ. പണ്ടത്തെ ഈ ഹിസ്റ്റോറിക്കൽ സോഴ്സസിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൻഷ്യൻ തമിഴകം, പണ്ടത്തെ തമിഴകത്തിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ് ചോദിച്ചാൽ പഴന്തമിഴ് പാട്ടുകളുണ്ട്. പണ്ടത്തെ പാട്ടുകൾ, തമിഴ് സോങ്സ്, കോയിൻസ്, ട്രാവലോഗ്സ്, ഇൻസ്ക്രിപ്ഷൻ എന്നൊക്കെ നമുക്ക് ലഭിക്കും. അത് കൂടാതെ തന്നെ സംഗം ലിറ്ററേച്ചർ ഉണ്ട്. ആ സംഗം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് തമിഴ് സോങ്സ് ആണ്. ഇതിൽ നിന്നും പണ്ടത്തെ തമിഴകത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അറിവുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ എന്താണ് സംഗം ലിറ്ററേച്ചർ എന്ന് നോക്കാം. സംഗം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാലത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പോയിറ്റാണ് ഈ സംഗം പോയിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിത് വായിച്ചാൽ കിട്ടും, വായിക്കാം. The lines given above are from Purananuru, a Sangam literary work. The Sangams were groups of Tamil poets centered around Madurai. അപ്പോൾ ഈ സംഗംസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് തമിഴ് പോയിറ്റ്സ് ആണ്, ഒരു കൂട്ടം തമിഴ് കവികളാണ്. ഇവർ മധുര കേന്ദ്രമാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇവർ എന്ത് ചെയ്യുന്നറിയോ, സോങ്സ് ഒക്കെ സിംഗേഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് അത് പ്രിസർവ് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെയാണ് അതിനെ സംഘം വർക്കുകൾ എന്നറിയപ്പെട്ടത്. ആ ഒരു കാലഘട്ടത്തെ സംഘം ഏജ് എന്ന് പറയുന്നു. ഈ പുറനാനൂറ് എന്ന് പറയുന്ന പാട്ട് പോലെ തന്നെ അവരുടെ അടുത്തൊരു ലിറ്റററി വർക്കാണ് അകനാനൂറ്. 2 ടൈപ്പ് ഓഫ് സോങ്ങുകളാണ് അവർക്ക് ഉണ്ടായിരുന്നത്, അകം സോങ്സും പുറം സോങ്സും. അതിനെക്കുറിച്ചാണ് ഈ സൈഡ് ബോക്സിലുള്ളത്, അതൊന്ന് വായിക്കാം. Sangam works are generally classified into 2, Agam songs and Puram song. Agam songs refer to the family life and social life. അപ്പോൾ അകം സോങ്സിൽ ഉണ്ടായിരുന്നത് ഫാമിലി ലൈഫും സോഷ്യൽ ലൈഫും ഉൾപ്പെടുന്ന തീമുകളാണ് അതിൽ ഉൾപ്പെടുത്തിയത്. പുറം സോങ്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലൈഫാണ് അതിലെ തീമായിട്ട് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് സംഘം ലിറ്റററി വർക്കുകളുടെ പേരുകൾ ഒന്ന് പഠിച്ചു വെക്കുക. കുറുംതുകൈ, നാട്ടിണൈ, അകനാനൂറ്, 10 ഓക്കെ. ഇതിൽ നിന്നൊക്കെ നമുക്ക് അന്നത്തെ ഒരു കാലഘട്ടത്തിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ലഭിക്കും. In addition to Sangam literature, other Tamil literary works that provide information about ancient Tamilagam are Tirukural, Silappatikaram and Manimekalai. അപ്പോൾ ഈ ഒരു സംഘം വർക്ക്സ് അല്ലാതെ ആൻഷ്യൻ തമിഴകത്തിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്ന ലിറ്റററി വർക്ക്സ് ആണ് തിരുക്കുറലും സിലപ്പതികാരവും മണിമേഖലയും. അപ്പം നമുക്കിത് എന്താണെന്ന് നോക്കാം. തിരുക്കുറൽ എന്ന് പറയുന്ന തിരുവള്ളുവർ എഴുതിയതാണ്, ഒരു ബുക്ക് തന്നെയാണ് കേട്ടോ. സിലപ്പതികാരം എന്ന് പറയുന്നത് ഇളങ്കോവടികളാണ് എഴുതിയത്. സ്റ്റോറി ആരുടെയാണ്? കണ്ണകിയുടെയും കോവലൻ്റെയും കഥ പറയുന്ന കഥയാണത്. മണിമേഖല എന്ന് പറയുന്നത് സിത്തലൈ സാത്തനാർ എഴുതിയതാണ്. കോവലൻ്റെയും മാധവിയുടെയും കഥ പറയുന്നതാണ്. ഓക്കെ, സോറി, കോവലൻ്റെയും മാധവിയുടെയും ഡോട്ടർ, മകളായ മണിമേഖലയുടെ സ്റ്റോറിയാണ് അതിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആൻഷ്യൻ തമിഴകത്തിനെ കുറിച്ചുള്ള അറിവുകൾ തന്നെയാണ് ലഭിക്കുക. അടുത്ത ചോദ്യം, ലിസ്റ്റ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ആൻഷ്യൻ തമിഴകം. ആൻഷ്യൻ തമിഴകത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന സോഴ്സസ് സംഘം വർക്ക്സ്, തിരുക്കുറൽ, സിലപ്പതികാരം, മണിമേഖലൈ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ സംഘം ഏജിൽ ഉണ്ടായിരുന്ന സോഷ്യോ എക്കണോമിക് ലൈഫിനെ കുറിച്ചാണ്. അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു, അവരുടെ എക്കണോമിക് ലൈഫ് എങ്ങനെയായിരുന്നു. അവരുടെ സോഷ്യൽ ലൈഫ്, ദർ എക്സിസ്റ്റഡ് എ സോഷ്യൽ ഡിവിഷൻ ബേസ്ഡ് ഓൺ ഓക്യുപ്പേഷൻ. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സോഷ്യൽ ഡിവിഷൻ. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻസ് ഒന്നുമില്ല. അതായത് നമ്മുടെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഉള്ള വിവേചനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടായിരുന്നു. ആൺ പെൺ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഇക്വാലിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എക്കണോമിക് ലൈഫ് ആണെങ്കിൽ അന്നത്തെ അവരുടെ ഉപജീവന മാർഗം കൃഷിയായിരുന്നു, അഗ്രികൾച്ചർ ആണ്. കൂടാതെ കാറ്റൽ റിയറിങ്ങും ഫിഷിങ്ങും ഹണ്ടിങ്ങും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. മെയിനായിട്ട് പെപ്പറും അതർ സ്പൈസസും മെയിൻ ഐറ്റംസ് ബോട്ട് ബൈ ഫോറിനേഴ്സ് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് കുരുമുളകും ബാക്കി സുഗന്ധവ്യഞ്ജന വസ്തുക്കളുമാണ്. ദെൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കോപ്പർ, സിൽവർ, ഗോൾഡ് എല്ലാമായിരുന്നു. ഓക്കെ, ഇതായിരുന്നു അവരുടെ എക്കണോമിക് ലൈഫ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദ സോഷ്യൽ ലൈഫ് ഓഫ് സംഗമേജ് വിത്ത് കോണ്ടംപററി സോഷ്യൽ ലൈഫ്. ഇന്നത്തെ സോഷ്യൽ ലൈഫുമായിട്ട് അന്നത്തെ സംഗമേജിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. സോഷ്യൽ ലൈഫ് ഓൺ ദ സംഗമേജ് വാസ് സിമിലർ ടു കോണ്ടംപററി ലൈഫ്. ഏകദേശം ഇന്നത്തെ ഒരു ജീവിതവുമായിട്ട് കോണ്ടംപററി ലൈഫുമായിട്ട് സിമിലർ ആണ്. സംഗമേജിൽ നമ്മൾ പറഞ്ഞു സോഷ്യൽ ഡിവിഷൻസ് ബേസ്ഡ് ഓൺ ഓക്യുപ്പേഷൻ ആണ്, ജോലിയുടെ അടിസ്ഥാനത്തിലാണ് വിഭജനം. ആൻഡ് ദർ വർ നോ ഡിസ്ക്രിമിനേഷൻസ്. ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അറ്റ് ദ സെയിം ടൈം ജെൻഡർ ഇക്വാലിറ്റി എക്സിസ്റ്റഡ്.
ടുഡേ സൊസൈറ്റി ഡസ് നോട്ട് അക്സെപ്റ്റ് ഡിസ്റ്റിങ്ഷൻസ് ബേസ്ഡ് ഓൺ ഓക്യുപ്പേഷൻ ഓർ എനി അതർ ഫാക്ടേഴ്സ്. പക്ഷേ ഇന്നത്തെ സമൂഹം ഇപ്പോൾ ജോലിയുടെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ ഉള്ള ഒരു എന്താണ് വിവേചനങ്ങളൊന്നും ഇന്നത്തെ സൊസൈറ്റിയിൽ ഇല്ല. അത് അക്സെപ്റ്റബിളും അല്ല. മോഡേൺ സൊസൈറ്റി എപ്പോഴും ജെൻഡർ ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്നും ആൺ പെൺ വ്യത്യാസമൊന്നും ഇല്ല. ഇന്ന് സ്ത്രീകൾ എല്ലാ സെക്ടേഴ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നുമുണ്ട്. ഇതാണ് ഇന്നത്തെ ഒരു സൊസൈറ്റിയുടെ പ്രത്യേകത. നെക്സ്റ്റ് വരുന്നത് തിണൈസ് ആണ്. എന്താണ് തിണൈ എന്ന് നോക്കാം. Sangam works mention 5 geographical division based on its terrain which existed in ancient Tamilagam. Ancient തമിഴകത്തിൽ ഭൂഘടനയുടെ അടിസ്ഥാനത്തിൽ 5 തിണൈസ് ആക്കി തിരിച്ചിട്ടുണ്ട്. അതിനെ ഐൻതിണൈസ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഐൻതിണൈസ് എന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ വരിക കേട്ടോ. And the lifestyle and livelihoods of the people in East Tinai varied according to its geographical features. അപ്പോൾ ഭൂഘടനയുടെ അടിസ്ഥാനത്തിൽ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും ജീവിത ഉപജീവന മാർഗമൊക്കെ വ്യത്യസ്തമായിരുന്നു. ഈ തിണൈസിൽ 5 തിണൈസാണ് ഉള്ളത്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. അപ്പോൾ കുറിഞ്ചി എന്താണെന്ന് നോക്കാം. കുറിഞ്ചിയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയിൻ ആണ്, കാടും മലകളുമാണ്. അവിടെയുള്ള ആളുകളുടെ ഉപജീവന മാർഗം കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ഹണ്ടിങ്. മുല്ലൈ എന്ന് പറഞ്ഞ പുൽമേടാണ്, ഗ്രാസ് ലാൻഡ് ആൻഡ് ബുഷസ്. അവിടെ ആടുമേക്കലൊക്കെയാണ്, കാറ്റിൽ റിയറിംഗ് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഉപജീവന മാർഗം. പാലൈ എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശമാണ്, അരിഡ് റീജിയൻ. അപ്പോൾ അവിടെ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയാണ് ഉണ്ടാവുക കേട്ടോ. റോബറിയും പ്ലണ്ടറും ഒക്കെയാണ്. മരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലാണ്, അഗ്രികൾച്ചറൽ ഫീൽഡുകളാണ്. ഉപജീവന മാർഗം കൃഷി തന്നെയാണ്, അഗ്രികൾച്ചർ. നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരപ്രദേശമാണ്, കോസ്റ്റൽ റീജിയൻ. അവിടുത്തെ ലിവ്ലൈഹുഡ് വരുന്നത് ഫിഷിങ്ങും സോൾട്ട് എക്സ്ട്രാക്ഷനുമാണ്, മീൻപിടുത്തവും അതുപോലെ ഉപ്പളങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഉപ്പുണ്ടാക്കലൊക്കെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റ് എന്താണ്, അങ്ങാടീസ് എന്താണെന്നാണ്. ദ റിസോഴ്സസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് തിണൈ വർ എക്സ്ചേഞ്ച് വിത്ത് അതർ തിണൈസ്. അപ്പോൾ ഒരു തിണയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അടുത്ത തിണയിലുള്ള ആൾക്കാർക്ക് ഇവർ എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് ആവശ്യമുള്ള വസ്തുക്കൾ ഇവർ അന്ന് പൈസ കൊടുത്ത് സാധനം വാങ്ങുക എന്നുള്ളതിലുപരി ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു തിണയിലുള്ള ആൾക്കാർ ഇപ്പോൾ മീൻ അവരുടെ ഉണ്ടെങ്കിൽ അഗ്രികൾച്ചർ ചെയ്യണ തിണയിലേക്ക് അവരത് കൊടുക്കും. എന്നിട്ട് അവിടെ ഉണ്ടാക്കിയ പച്ചക്കറികളും കാര്യങ്ങളും അവർ വാങ്ങും. അങ്ങനെയാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ചേഞ്ച് പിന്നീട് ട്രേഡ് സെൻറ്റേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമായി. കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായി. ആ കച്ചവട കേന്ദ്രങ്ങൾ പിന്നീട് അങ്ങാടീസ് അല്ലെങ്കിൽ മാർക്കറ്റുകൾ എന്ന് അറിയപ്പെട്ടു കേട്ടോ. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റം നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ തമിഴകം ഭരിച്ചിട്ടുണ്ടായിരുന്നത് 3 രാജാക്കന്മാരാണ്, ചേരാസ്, ചോളാസ് ആൻഡ് പാണ്ഡ്യാസ്. അപ്പോൾ ഈ ചേര, ചോള, പാണ്ഡ്യാസ് ഹു റൂൾഡ് ആൻഷ്യൻ തമിഴകം വർ കളക്റ്റീവ്ലി നോൺ as മൂവെൻഡാസ് ഓർ മൂവരസർ. അപ്പോൾ പണ്ടത്തെ തമിഴകം ഭരിച്ച ഈ 3 രാജവംശങ്ങളെയും അറിയപ്പെട്ടതാണ് മൂവെൻഡാർ അല്ലെങ്കിൽ മൂവരസർ. ഒരുപാട് റൂളേഴ്സ് തമിഴകം ഭരിച്ചിട്ടുണ്ടെങ്കിലും മൂവെൻഡാസിനുള്ള കിട്ടിയിട്ടുള്ള ആ ഒരു പ്രിവിലേജ് ആർക്കും കിട്ടിയിട്ടില്ല കേട്ടോ. ഈ രാജാക്കന്മാരെ അറിയപ്പെട്ടത് കോ, കോൻ ആൻഡ് കടുംകോ എന്നാണ് അവരുടെ ഒരു ഇതിൽ അറിയപ്പെട്ടത്. കോ, കോൻ, കടുംകോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ് മൂവെൻഡാസും അവരുടെ ക്യാപിറ്റലും ഒന്ന് എഴുതണം. നേരത്തെ ആൻഷ്യൻ തമിഴകത്തിൻ്റെ മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ചേരാസ്, ചോളാസ്, പാണ്ഡ്യാസ്. ചേരാസിൻ്റെ ക്യാപിറ്റൽ വാഞ്ചി, ചോളാസ് ഉറയൂർ, പാണ്ഡ്യാസ് മധുരൈ. ഓക്കെ, അപ്പോൾ സംഘം ഏജ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. ആഫ്റ്റർ സംഘം ഏജ്, ഈ സംഘം കാലഘട്ടത്തിന് ശേഷം ദ റീജിയൻസ് വിച്ച് വർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ചേരാസ്, ചേര രാജാക്കന്മാരുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന റീജിയൻസ് എല്ലാം ഏത് രാജാക്കന്മാർ വന്ന് കൈയടക്കുകയാണ്, പെരുമാൾ റൂളിലേക്ക് കൺവേർട്ട് ആവുകയാണ്. പെരുമാക്കന്മാരുടെ ഭരണമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെരുമാൾ റൂൾ മുതൽ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.